ഇപ്പോൾ UDFന്റെ പ്രകടന പത്രിക പ്രതിപക്ഷ നേതാവ് പുറത്തിറക്കുകയാണ്. അതിലേക്ക് കേരളത്തിലെ 6 പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ, നഗരങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെയുള്ള പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഏറ്റവും ആധുനികമായ പൊതു ഗതാഗത സംവിധാനം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള അത് ഈ 6 നഗരങ്ങളെ ഏറ്റവും മോഡലാക്കി എടുത്തുകൊണ്ടുള്ള പൊതുഗതാഗത സംവിധാനമാണ്. അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗ്രാമീണ റോഡ് പദ്ധതി പ്രത്യേകമായിട്ട് നടപ്പിലാണ്. അതുപോലെ എല്ലാവർക്കും വീട് ലഭ്യമാകുന്നതിന് വേണ്ടി സർക്കാരിന്റെ സഹായത്തോടു കൂടി ലോക്കൽ ബോഡിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള എല്ലാവർക്കും വീട് ഉറപ്പുവരുത്താനുള്ള ഭവന നിർമ്മാണ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതികൾ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള തൊഴിലുറപ്പ് പദ്ധതികൾ കുറെ കൂടി കാര്യക്ഷമമാക്കും. അതുപോലെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെ കൂടുതലായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ വിപുലമാക്കുന്നതിനുള്ള പദ്ധതി, വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേകമായ പദ്ധതികൾ രൂപപ്പെടുത്തും. നമുക്കറിയാം, ഇന്ന് മയക്കുമരുന്നിന്റെ തടവറയിലാണ് കേരളം. അവിടെ നിന്ന് ഈ കേരളത്തെ, യുവത്വത്തെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ, അതിന് കായിക വികസനവും യുവജനക്ഷേമത്തിനുള്ള പ്രത്യേക പദ്ധതികളുമാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഹരിത കർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. ടൂറിസത്തിൽ ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടാവും, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാത് പ്രദേശങ്ങളിലുള്ള ആ ടൂറിസം പദ്ധതികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹായങ്ങളും ലോക്കൽ ബോഡികൾക്ക് ചെയ്തു കൊടുക്കും. തെരുവ് വിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള പ്രത്യേകമായ കർമ്മ പരിപാടി, തെരുവുകൾ തോറും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൂടി വെച്ചുകൊണ്ട് ആ തെരുവ് വിളക്ക് സംവിധാനം ഏറ്റവും മെച്ചപ്പെടുത്തും. പിന്നെയുള്ളൊരു നല്ല പദ്ധതി, വിദേശ രാജ്യങ്ങളിലെ ആധുനികമായ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെയുള്ള ആധുനികമായ മാർക്കറ്റ്, എല്ലാ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും മാർക്കറ്റുകൾ മുഴുവൻ ആധുനികവൽക്കരിക്കും. ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളുള്ള മാർക്കറ്റുകൾ തുടങ്ങും. അതുപോലെ തന്നെ ശ്മശാനങ്ങൾ, പല ഗ്രാമങ്ങളിലും ശ്മശാനങ്ങളില്ലാത്തതിന്റെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലായിടത്തും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ആവശ്യമായ പുതിയ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശ്മശാനങ്ങൾ എല്ലാ സ്ഥലത്തും ചെയ്യും. അതിഥി തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും. പൊതു ഇടങ്ങളിൽ, നമ്മൾ കേരളത്തിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സംസ്ഥാനമാണ്. പൊതു ഇടങ്ങളിലെ കംഫർട്ട് സ്റ്റേഷനുകൾ. UDF പ്രകടന പത്രിക പുറത്തിറക്കി സംസാരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. തൊഴിലുറപ്പ് പദ്ധതി, പാർപ്പിട പദ്ധതി, അതുപോലെ റോഡ് വികസനം, അതുപോലെ തന്നെ പാലിയേറ്റീവ് അപ്ഗ്രേഡ് ചെയ്യുക, യുവാക്കളെ മയക്കുമരുന്ന് ലഹരി ഉപയോഗത്തിൽ നിന്ന് മുക്തരാക്കാനുള്ള പരിപാടികൾ, അങ്ങനെ തുടങ്ങിയ നിരവധി വാഗ്ദാനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്.